മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൂപ്പർ വ്യൂ ആണ്. മൂന്നാറിൽ വരുന്നവർ നേരെ ടോപ്പ് സ്റ്റേഷൻ മാട്ടുപ്പെട്ടി എന്നുള്ള സ്ഥലത്തോട്ടൊന്നും അല്ല പോകേണ്ട കേട്ടോ. ഇതാ ഇങ്ങനെയുള്ള സ്ഥലമാണ് മാങ്കുളം, അതുപോലെ ആനക്കുളം, ടൈഗർ കേവ്, വിരിപ്പാറ വാട്ടർഫോൾസ്, അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇതിനപ്പുറവും ഇപ്പുറമായിട്ട് തന്നെ കാന്തല്ലൂർ, അങ്ങനെ ഒത്തിരി. അപ്പം അതിനെപ്പറ്റിയുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോസിൻ്റെ അകത്ത് ഓരോരോ ഘട്ടമായിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഇപ്പം നമ്മൾ പോയിരുന്നത് ലക്കം വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. എന്ന് വെച്ചാൽ ലക്കം വാട്ടർഫോൾസിലോട്ട് പോകുന്ന റൂട്ട് തന്നെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ വ്യൂ എന്ന് വെച്ചാൽ സൂപ്പർ വ്യൂ. മലകൾക്ക് മലകളും തേയിലത്തോട്ടത്തിന് തേയിലത്തോട്ടവും പൂക്കളുള്ള ഒരു, അതായത് ഈ മരങ്ങളുടെ ചുവട്ടിൽ കണ്ടിട്ടുണ്ടോ ഓരോ ഷേപ്പിലുള്ള മരങ്ങളൊക്കെ നിൽപ്പുണ്ടേ. അപ്പം നമ്മൾ കണ്ട് റെഡ് പൂവുള്ള ചില മരങ്ങൾ, ബ്ലൂ പൂവുള്ള ചില മരങ്ങൾ, അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട്ടിൽ നിർത്തി ഓരോരുത്തർ ഫോട്ടോ എടുക്കാനായിട്ട് തന്നെ ഒത്തിരി പേര് നിർത്തുന്നുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പോയി സാധാരണ പോകുന്നോട്ട് ഇവിടെ വരുന്നവരോട് എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ചാൽ, മൂന്നാറെന്ന് വെച്ചാൽ ഹിൽ സ്റ്റേഷനും ഇരവികുളം നാഷണൽ പാർക്ക് മാത്രമൊന്നുമല്ല, അതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ സ്ഥലമുണ്ട്. മറയൂർ, കാന്തല്ലൂർ, ഈ പോകുന്ന റൂട്ടൊക്കെ ഒത്തിരി കാണാനുണ്ട്. അതുകൂടാതെ മാങ്കുളം, ആനക്കുളം, ആ ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വേണം മൂന്നാറിലേക്ക് ശരിക്കും ഇറങ്ങാനായിട്ട്. അപ്പോൾ അത് ഓർക്കണം, നമ്മൾ പറയുമ്പോൾ മൂന്നാർ ഒന്നുമില്ല, തേയിലത്തോട്ടം മാത്രമേ ഉള്ളതെന്ന് ചിന്തിക്കരുത്. കാരണം ഇതുവരെ ഞാൻ പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥയാണ് ഞാൻ എടുത്തു പറയുന്നത്. അപ്പോൾ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ. അപ്പം കാരണം ഞങ്ങൾക്ക് മൂന്നാറിനെ പറ്റി കൃത്യമായൊരു ഡീറ്റെയിൽസ് ഞങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ മൂന്നാറിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനും പറ്റി. അപ്പം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ആർക്കെങ്കിലുമൊക്കെ ഉപകരിക്കട്ടെ. ഈ വീഡിയോ കണ്ടിട്ട് പോവുകയാണെങ്കിൽ മാക്സിമം മൂന്നാറിനെ പറ്റിയുള്ള ഏറ്റവും A to Z ഡീറ്റെയിൽസുകൾ കിട്ടും. നേരത്തെ മൂന്നാറിൻ്റെ കുറേ ഡീറ്റെയിൽസുകൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് ചാനലിലാണേ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്തേക്കണേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കുകയും കൂടാതെ ലൈക്കും ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. ഇതിപ്പം നമ്മൾ വന്നേക്കുന്നത് ലക്കം വാട്ടർഫോൾസിലാണ് കേട്ടോ. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് 50 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ചെറിയ കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് വേണ്ട, 5 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ചാർജ് ഇല്ല. അപ്പോൾ ഇവിടെ നല്ല മുട്ടൻ കല്ലുകളൊക്കെ ആയിട്ടോ കിടക്കുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശരിക്കും സൂക്ഷിച്ച് തന്നെ ഇറങ്ങുകയും കാര്യങ്ങളൊക്കെ വേണമാണ്. നമ്മളിപ്പം ആദ്യം ഈ തുടക്കത്തിൽ മുകളിൽ നിന്നുള്ള വ്യൂ ആയി കാണിച്ചു തരുന്നത്. നമ്മൾ അങ്ങോട്ട് കയറി വരുമ്പോൾ ചെറിയൊരു സ്റ്റെപ്പ് കയറി പോകാനുണ്ട്. സ്റ്റെപ്പ് കയറി ഏകദേശം ഒരു 300 മീറ്ററോളം മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തും. കാരണം അധികം ദൂരം ഒന്നും നടക്കുമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ എത്തും. പക്ഷേ എത്തുന്നതിന് മുമ്പ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതാണ്. ഇവിടെ എഴുതി വെച്ചേക്കുന്ന കൃത്യമായിട്ട് ശരിക്കും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ഇറങ്ങാവുള്ളൂ. ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കൺട്രോളും പോവും. അപ്പോൾ അതനുസരിച്ച് പല അപകടങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലും മലയാളത്തിലും എല്ലാം ഓൾറെഡി വനംവകുപ്പ് ബോർഡ് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന ലക്കം വാട്ടർഫോൾസിൻ്റെ ഓരോ സ്ഥലത്തെ ആ ലക്കം വാട്ടർഫോൾസിൻ്റെ കാഴ്ചകളാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ഇവിടെ കൂടുതലും വരുന്നത് മലയാളീസ് ഭയങ്കര കുറവാണ്, തമിഴും ഫോറിനേഴ്സും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് ഒത്തിരി വരുന്നത്. അവിടെ കാണുന്നുണ്ട്, അവിടെ ഗുഹ പോലൊക്കെ ഉണ്ട് കേട്ടോ. വേണ്ട, ഈ കാണുന്നവർക്ക് ഗുഹ പോലൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ആ കാണുന്നത് കാണോ. അത് കൂടാതെ തന്നെ ഇവിടെ ഭയങ്കര സൗണ്ടാണ്. വെള്ളച്ചാട്ടം വല്ല കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് സൂപ്പർ സ്ഥലമാണ്. എല്ലാവരും ഇറങ്ങുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന അടിപൊളി സ്ഥലം. ഇവിടെ എഴുതി വെച്ചേക്കുന്നത് മറ്റൊന്നുമല്ല, വനത്തിൽ സന്ദർശനം നടത്തുമ്പോൾ വന്യജീവികളുടെ ആക്രമണം ഉണ്ടാവാനും വെള്ളത്തിൽ നിന്നും വഴുതി വീഴുവാനും ഉയരത്തിൽ നിന്നോ വാഹനത്തിൽ നിന്നോ ബോട്ടുകളിൽ നിന്നോ ചെങ്ങാടത്തിൽ നിന്നോ വീഴുവാനും അപകടം സംഭവിക്കുവാനും സാധ്യതയുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷയ്ക്കായി മാനേജ്മെൻറ്റ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും സഞ്ചാരികൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വനം സന്ദർശനം നടത്തേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇത് ഗവൺമെൻറ് അവിടെ ബോർഡ് വെച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ കൃത്യമായി ശരിക്ക് ഓർമ്മിച്ച് തന്നെ വേണം ചെയ്യാനായിട്ട്. ഇവിടെ തന്നെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഈ ഒരു പാറയിൽ ശരിക്കും പറഞ്ഞാൽ വലിയ വലിയ പാറകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ വഴുതാൻ വളരെ ചാൻസ് കൂടുതലുണ്ട്, വഴുതി വീഴാനായിട്ട്. നല്ല തെന്നലുള്ള പാറകളുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പം നമ്മളത് വെപ്രാളം പിടിച്ച് ചാടി ഓടിയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഴാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ എന്നാൽ സൂക്ഷിച്ച് പോവുകയാണെങ്കിൽ ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു റിസ്ക് ഇല്ലാത്ത സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയണം.
കൊച്ചു കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് ഇത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുവാ അധികം ആഴവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവിടെ നീന്തുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ അടിപൊളി ഇതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഫോറസ്റ്റാണ് കേട്ടോ, നല്ല കട്ട ഫോറസ്റ്റാണ്. ആനിമൽ സൈറ്റിംഗ് ഒക്കെ അതായത് ചിന്നാറിൻ്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റാണ്. എന്നിട്ട് ഈ കാണുന്ന സൈഡിൽ കൂടെ ഉള്ള പാറയിൽ കൂടെ ആട്ടോ ഇതിൻ്റെ മുകളിലോട്ടുള്ള വഴി. അപ്പം ഞാനും ആദ്യം ഒന്ന് വട്ടം കറങ്ങി. നമ്മൾ ഈ ഒത്തിരി ഇടയ്ക്കൂടെ ഒന്നും കയറുകയാണ്, ഇങ്ങനെ വട്ടം കറങ്ങി നേരെ ചെന്ന് ഇവിടോട്ട് കയറാവുന്നുള്ളതേ ഉള്ളൂ. ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേരൊക്കെ തകർക്കുക. കൊച്ചു പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. കൊച്ചു കുഞ്ഞുങ്ങളാണ് എൻ്റെ നിൽക്കുന്നതൊക്കെ. ഇതൊക്കെ മലയാളീസ് കേട്ടോ. മലയാളീസ് ആൾക്കാരൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറയില്ലേ, ഫോറിനേഴ്സ് അടക്കമുള്ള ഒത്തിരി ആൾക്കാർ ഇവിടെ. നമ്മൾ നടന്നുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മൊത്തം പാറയാണ്. പാറയിൽ ഒരു പറയുന്ന അടുത്ത പാറയിലോട്ട് ചാടി ചാടി വേണം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഞാൻ ആദ്യം പറഞ്ഞ അപകടപരമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതിൻ്റെ അകത്തൊരു ഹോളാണ്. ഈ ഹോളിൻ്റെ അകത്തൊരു താഴോട്ടങ്ങാനും വലിയ ഇതുണ്ടായി. നമ്മുടെ ഗുണ കേവിലെ പോലെ വല്ലതും ആയിരുന്നെങ്കിൽ നേരെ ഇപ്പോൾ ആ പെണ്ണ് താഴോട്ടങ്ങ് പോയേന്. അപ്പം അങ്ങനെയുള്ള അലമ്പ് പരിപാടിയൊന്നും മാക്സിമം കാണിക്കാതെ നോക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. അപ്പം വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണാനെത്തി. എന്തായാലും അടിപൊളി കാഴ്ചകളൊക്കെയാണ്. അപ്പം നമ്മുടെ ഈ വാട്ടർഫോൾസിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ആവുന്നത് ഒരാൾക്ക് 50 രൂപയാണ്. അത് 5 വയസ്സിൽ കൂടുതലുള്ള കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ മൂന്നാറിന് ഞാൻ പറഞ്ഞില്ലേ, മൂന്നാറിൻ്റെ അപ്പുറത്തെ സൈഡിലൊക്കെ വന്നിട്ട് പോകാതെ ഈ റൂട്ടുകളും കാര്യങ്ങളൊക്കെ കാണണം. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. കാരണം മലയാളീസിനൊക്കെ അധികം അറിയാൻ വയ്യാത്തൊരു ഏരിയ പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ലക്കം വാട്ടർഫോൾസൊക്കെ. ചിലരൊക്കെ എനിക്ക് അറിയാം, ചിലർ ഒട്ടുമിക്ക. ഇപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം പോയിക്കൊണ്ടിരുന്നത് നേരെ ആ ടോപ്പ് സ്റ്റേഷൻ അങ്ങനെയുള്ള ഭാഗത്തോട്ട് മാത്രം പോയി കറങ്ങിയിട്ടിങ്ങനെ തിരിച്ചു പോരുമായിരുന്നു. ഇത്രയും കണ്ട് ഇത് ഇവിടുത്തെ ആ ഒരു ഇതൊക്കെ കണ്ടോ, കാടിൻ്റെ അകത്തുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഭംഗിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സൂപ്പർ സംഭവം. അപ്പം നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങളും കുളിക്കാനായിട്ടൊക്കെ ഇറങ്ങുക കേട്ടോ. അടിപൊളിയാണ്, എല്ലാവരും വരണം. ഇവിടുന്ന് നമ്മുടെ മൂന്നാർ ടൗണിൽ നിന്ന് ഏതാണ്ട് 12 കിലോമീറ്റർ മാത്രം അകലെയായിട്ടാണ് ലക്കം വാട്ടർഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം എല്ലാവരും മാക്സിമം വന്ന് ഇത് കാണണമെന്നാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇതിലും പറയുകയാണ്. നല്ലതാണ്, അതുകൊണ്ട് സേഫ്റ്റിയാണ്. അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഉരുളം കല്ലുകളുടെ ഇടയിലാണ്. അപ്പുറത്തെ സൈഡ് മൊത്തം ചരലും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡ് ഫോറസ്റ്റാണ്. ഈ കാണുന്ന ഫോറസ്റ്റാണ്. ഇങ്ങോട്ടൊന്നും എൻട്രി ഇല്ല. ബാക്കി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലാണ് കൂടുതൽ. ഇവിടെ നല്ല വഴിയുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വന്ന് പോകുന്നവർക്ക് ഒരു അപകടങ്ങളും ഇല്ലാതെ അടിപൊളിയായിട്ട് ആസ്വദിച്ച് പോകാനുള്ള വകുപ്പ് ഉണ്ട്. വെള്ളത്തിൽ നനഞ്ഞ് കുതിർന്ന് കുളിച്ച് വീട്ടിൽ പോകുന്ന അച്ഛനും മക്കളും ഇവിടെ താഴത്തെ ഞങ്ങൾ കുളിച്ച വാട്ടർഫോൾ. നിശാടാ അപ്പം നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. അപ്പോൾ ഇതിൻ്റെ പുറകെ നമ്മുടെ ചിന്നാർ വൈൽഡ് സെഞ്ചുറി, അതേപോലെ മറയൂർ ചന്ദനത്തിൻ്റെ ഫോറസ്റ്റ്, മസനഗുഡി ഫോറസ്റ്റ്, ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരെ
ബൈ.